ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കപ്പയും മുട്ടയും കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ആദ്യം കുക്കറിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുക്കാം. മഞ്ഞളിട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഏറെ വെള്ളം വെച്ച് വേണം കപ്പ വേവിക്കാൻ, എന്നാൽ മാത്രമേ ഇതിലത്തെ കട്ട് പോയി കിട്ടത്തുള്ളൂ. അപ്പം അതിന് നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് 2 കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു സവാള ചോപ്പ് ചെയ്തതാണ്, ഇതിട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് വഴന്നു വരട്ടെ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് കേട്ടോ, നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഒരല്പം മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ ഇതിനോട്ട് മുട്ടയല്ലേ അടിച്ചൊഴിക്കുന്നത്. അപ്പോൾ മുട്ടയ്ക്കകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടത്തില്ലയോ. ഇതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു 3 മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ പതിയെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇട്ട് ഇളക്കണ്ട, ഒന്ന് പതിയെ ഇളക്കിയാൽ മതി. അപ്പോൾ ഒരു ശകലം, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഒരു ശകലം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ കപ്പയും ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു നമ്മുടെ ജോലി. ഇത്രയേ ഉള്ളൂ. കപ്പയും മുട്ടയായിട്ട് കഴിക്കാം. ഞാൻ പാത്രത്തിലോട്ട് സെർവ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന മുട്ടയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സവാള അരിഞ്ഞ് സവാളയുടെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്കിതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിൽ ആവശ്യത്തിൽ എരിവും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടുകൊണ്ടിരിക്കുക തന്നെ. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.